ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എസ് സുരേഷ്, ഈ ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇവിടുത്തെ ചില സംഘടിത മതശക്തികളെയും മറ്റും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് എന്ന വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ബിജെപിയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? അല്ല, ബിജെപിയുടെ നിലപാട് ഇന്നലെ തന്നെ വളരെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിലെ മുഴുവൻ ജനതയുടെയും ഒരു പ്രതിഷേധം ഈ ഇദ്ദേഹത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയരുകയാണ്. കാരണം അങ്ങേയറ്റം അനീതിയാണ് അദ്ദേഹത്തിനോട് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്നതല്ല. കാരണം അദ്ദേഹം ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് കേസെടുക്കാമെങ്കിൽ കേരളത്തിലെ മുഴുവൻ സാഹിത്യകാരന്മാർ, ഇന്ത്യയിലെ മുഴുവൻ സാഹിത്യകാരന്മാർക്കെതിരെയും പല കേസുകൾ എടുക്കാൻ സാധിക്കും. സിനിമാക്കാർക്കെതിരെ കേസെടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു സാങ്കല്പിക വശം വച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വിഷയത്തിൽ കേസെടുക്കുകയും ഞായറാഴ്ച രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് നിരവധി ശാരീരിക അസ്വസ്ഥതകൾ നേരിടുന്ന അദ്ദേഹത്തെ രാത്രി മുഴുവൻ യാത്ര ചെയ്യിപ്പിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത് ഇത് ചില രാജ്യവിരുദ്ധ വർഗീയ ശക്തികളെ അവരെ താലോലിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും അവരെ ഇക്കിളിപ്പെടുത്താനും വേണ്ടിയുള്ള വി.ഡി. സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ആസൂത്രിതമായിട്ടുള്ള പ്ലാനാണ്. കാരണം നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം, കേരളത്തിൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് അങ്ങേയറ്റത്തെ ആഭാസകരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയവർ, അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയെയും ബി.ജെ.പി. നേതാക്കന്മാരെയും കൊന്നുകളയുമെന്ന് പറഞ്ഞവർ, അവരെല്ലാം വളരെ സുരക്ഷിതമായിട്ട് കേരളത്തിൽ നടക്കുകയാണ്. ഈ രമേശ് ചെന്നിത്തലയുടെ പോലീസിന്റെ തണലിൽ സുരക്ഷിതമായി നടക്കുകയാണ്. അവർക്കെതിരെ ഒന്നും നടപടിയെടുക്കാൻ ഇതുവരെ രമേശ് ചെന്നിത്തല തയ്യാറായിട്ടില്ല. അപ്പോൾ വർഗീയ കോമരങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ രമേശ് ചെന്നിത്തലയാണോ വി.ഡി. സതീശനാണോ മുമ്പിൽ എന്നതിനെ സംബന്ധിച്ചുള്ള അവരുടെ മത്സരം, ആ മത്സരത്തിൽ ടി.ജി. മോഹൻദാസിനെ ഇരയാക്കിയത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണ് എന്ന് രമേശ് ചെന്നിത്തലയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. മാത്രമല്ല, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ എടുത്ത ഈ സമയത്തിന് അതിന് കുറച്ച് പ്രാധാന്യമുണ്ട്. കാരണം കേരളത്തിലെ മുഴുവൻ തന്നെ മഴക്കെടുതിയോടനുബന്ധിച്ച് ദുരിതം ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിരവധി ആൾക്കാരെ കാണാനില്ല. 10-12 ദിവസമായിട്ട് മനുഷ്യരെ കാണാനില്ല. കടലിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ രക്ഷിക്കാനുള്ള ഒരു പണിയും ഈ സർക്കാർ ചെയ്യുന്നില്ല. കേന്ദ്ര ഏജൻസികൾ, നേവി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് മന്ത്രിമാർ കടലോര മേഖലയിൽ നഷ്ടപ്പെട്ട ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരുടെ വീട് സന്ദർശിക്കാൻ പോലും കേരളത്തിലെ അടിപിടി കൂടി വാങ്ങി വെച്ച ഫിഷറീസ് മന്ത്രാലയം മുസ്ലിം ലീഗിന്റെ മന്ത്രി ഇതുവരെ ഒരിടത്തും പോയിട്ടില്ല. ഞങ്ങൾ ഇന്നലെ ആലപ്പുഴയിൽ ഒരു വീട്ടിൽ 3 പേർ മരണപ്പെട്ടു. ഒരാളിന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല, മകന്റെ. ആ വീട്ടിൽ പോയി. അവിടെ പോലും ഇതുവരെ മന്ത്രി പോയിട്ടില്ല. ഈ മേഖലയിൽ സമ്പൂർണമായി നിരുത്തരവാദിത്തമാണ് നിലനിൽക്കുന്നത്. ജനം മുഴുവൻ തെരുവിലാണ് സർക്കാരിനെതിരായി. അപ്പോൾ ഈ ജനരോഷം തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു അഭ്യാസം. മാത്രമല്ല, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വനിതകൾ 36 ദിവസമായിട്ട് ഉപവാസവും സമരത്തിലുമാണ്. അവിടുത്തെ ഒരു ടീച്ചർ നിരാഹാരം 12-13 ദിവസം പിന്നിട്ടിരിക്കുന്നു. അവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും സർക്കാർ അഭിമുഖീകരിക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ഇരയായിട്ടും കൂടി ടി.ജി. മോഹൻദാസിനെ കണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് അപകടകരമായിട്ടുള്ള ഒരു വർഗീയ സർക്കാരായിട്ട്, ഒരു രാജ്യദ്രോഹികളെ സംരക്ഷിക്കുന്ന സർക്കാരായിട്ട് വി.ഡി. സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും സർക്കാർ പോവുകയാണ്. ഇത് തന്നെയാണ് സവർക്കർ വിഷയത്തിലും വന്ദേമാതര വിഷയത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് ഇങ്ങനെ രാജ്യദ്രോഹികൾ എവിടെയുണ്ടെങ്കിലും അവർക്ക് വേണ്ടി കൈപൊക്കുന്ന, അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന നാണം കെട്ട, ഇന്ത്യ കണ്ട ഏറ്റവും നാണം കെട്ട ഒരു സർക്കാരായിട്ട് ഈ വി.ഡി. സതീശൻ സർക്കാർ മാറുന്നതിന്റെ സൂചനയാണ് ബഹുമാന്യനായിട്ടുള്ള ശ്രീ ടി.ജി. മോഹൻദാസിനെ ഇന്നലെ
ഈ രീതിയിൽ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തതിലൂടെ വ്യക്തമാകുന്നത് എന്തായാലും ഇവിടുത്തെ നീതിബോധത്തിൽ, നിയമ സംവിധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇവിടുത്തെ ദേശീയ ബോധമുള്ള ജനതയ്ക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള എല്ലാ നിയമസഹായങ്ങളും ചെയ്യാൻ ഈ നാട് രാഷ്ട്രീയത്തിന് അതിന് അതീതമായി എല്ലാവരും സജ്ജരായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ സർക്കാരിനെതിരെയുള്ള ഒരു വലിയ ദേശസ്നേഹികളുടെ മുന്നേറ്റമായിട്ട് ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയമില്ല. ഓക്കെ വ്യക്തമാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത്.